പ്രായം കൂടുന്നതോറും നമ്മുടെ എനർജി ലെവല് കുറഞ്ഞു വരിക ആണല്ലോ. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെ ഉറക്കി തൂങ്ങാറുണ്ടോ? ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. സ്കൂളിൽ വരുന്നു, കുഴപ്പമില്ല, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ക്ഷീണം വരും, എന്നാലും പകലൊക്കെ നല്ല ഉഷാറായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവലുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടല്ലേ വന്നേ? അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടില്ല വന്നേ? പറയാൻ ആരോഗ്യമില്ലേ? ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്നോട് മറുപടി പറയണം. നമ്മൾ ഫോൺ വിളിക്കുമ്പോ ഹലോ എന്ന് പറയുമ്പോ ഹലോ തിരിച്ചു പറയില്ലേ? ശരി, ഇവിടെ ആൾക്കാർ ഫോൺ എടുക്കാറില്ലേ? ഓക്കെ ഫൈൻ. അപ്പം എന്താണ് RCM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു ഡയറക്ട് സെല്ലിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യവും ഇടനിലക്കാരും ഇല്ലാണ്ട് ഉന്നത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ആരോഗ്യദായകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പരസ്യവും ഇടനിലക്കാരും ഇല്ലാണ്ട് നേരിട്ട് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്ന ഒരു സിസ്റ്റം, അതാണ് RCM. അപ്പൊ നിങ്ങൾക്ക് എന്താ അതിന്റെ നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഇന്ത്യൻ പ്രോഡക്ട്സ്. അത് ഇന്ത്യൻ എന്ന് പറയാനുള്ള കാരണം നമുക്ക് മാർക്കറ്റ് ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ നമ്മൾ രാവിലെ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ കുളിക്കുന്ന സോപ്പ് ആവട്ടെ, ഉപയോഗിക്കുന്ന ആട്ടപ്പൊടി. ഈ ആട്ടപ്പൊടിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പോപ്പുലർ ആയിട്ട് നമ്മൾ പരിസരത്തേക്ക് കാണുന്ന ഒരു ബ്രാൻഡ് എല്ലാവർക്കും അറിയാം, മനസ്സിൽ വന്ന് കാണും തോന്നുന്നു, ആട്ട. ആ ആട്ട ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ്. അതായത് ഗോതമ്പ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു, ആര്? നമ്മുടെ കർഷകർ. അത് സംഭരിച്ച് പൊടിപ്പിക്കുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നതും നമ്മൾ തന്നെ. പക്ഷെ ഇത് ബ്രാൻഡ് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത് ഒരു വിദേശ കമ്പനിയാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തി നമ്മൾ കഴിച്ചുകൊണ്ട് അതിന്റെ ലാഭം ആരുണ്ടാക്കുന്നു? വിദേശ കമ്പനികൾ ഉണ്ടാക്കും. അതാണ് പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. MNC മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ഭൂരിഭാഗം. നമ്മൾ നോക്കാനേ കാണാം ITC, യൂണിലിവർ, കേട്ടിട്ടില്ല? അതൊക്കെ പരസ്യത്തിന് കാണാം. ഇതൊക്കെ ഭൂരിഭാഗം എന്താണ്? മൾട്ടി നാഷണൽ കമ്പനികൾ, പുറമേന്ന് വർക്ക് ചെയ്യുന്ന കമ്പനീസ്. അവരുടെ കമ്പനീസ് ഇവിടെ വെക്കുന്നു, ഇവിടെ നടക്കുന്ന ടേൺ ഓവറിന്റെ ഒരു വിഹിതം ഇവിടെ കൊണ്ടുവന്നു, വിദേശത്തോട്ട് കൊണ്ടുപോകുന്നു. അവിടെയാണ് നമ്മൾ ഇന്ത്യൻ കമ്പനീസ്, ഇന്ത്യൻ ബ്രാൻഡുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇന്നത്തെ സാഹചര്യത്തില് നമുക്കറിയാം, എല്ലാം എക്കോണമി ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് വില? കുത്തനെ കൂടുന്നു. നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നു. അങ്ങനെ വരുമ്പോ ശരിക്കും നമ്മുടെ എക്കോണമി ക്രാഷ് ആവാൻ പോവാ. അവിടെ ആ എക്കോണമിനെ പിടിച്ചു കെട്ടുന്നത് ആരാന്നറിയോ? എക്കോണമിനെ പിടിച്ചു കെട്ടുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നതും നിർമ്മിക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളെ ഇത് രക്ഷിക്കുള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് ഹോങ്കോങ് എന്ന് പറഞ്ഞൊരു രാജ്യം സന്ദർശിച്ചു. ചൈനയിലാണ് ഹോങ്കോങ്. ചൈന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് വളർന്ന് വന്നിരിച്ച ഒരു രാജ്യമാണ്. അവരിപ്പോ നമ്പർ 1 എക്കോണമിയായി. അവിടെ ചെന്നപ്പോ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 100% ചൈനയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത്. അവരുടെ രാജ്യത്ത് നിർമ്മിച്ച കാറുകൾ, അവരുടെ രാജ്യത്ത് നിർമ്മിച്ച കോസ്മെറ്റിക്കുകൾ, അവരുടെ രാജ്യത്ത് നിർമ്മിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം മെയ്ഡ് ഇൻ ചൈന. അവരുടെ രാജ്യത്തിലുള്ള ആൾക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മറ്റുള്ള രാജ്യ ബ്രാൻഡ്സിന്റെ കടയുണ്ട്. നമ്മളിപ്പോ മാർക്കറ്റിൽ പോയ ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ കിട്ടും. അതില് 80%-ലധികം വരുന്ന ഉൽപ്പന്നങ്ങള് മൾട്ടിനാഷണൽ കമ്പനികളുടെയാണ്. ഞാൻ ഈ ഒരു ഉദാഹരണം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. RCM എന്ന് പറഞ്ഞാൽ 100% ഇന്ത്യൻ. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ കടയിൽ പോകുന്നു, നമ്മള് ചന്ദ്രികയുടെ സോപ്പ് കാണുന്നു. ഈ ചന്ദ്രികയുടെ സോപ്പിന് ചന്ദ്രികയുടെ ചായപ്പൊടി ഉണ്ടോ? ഇല്ല. ഈ ചന്ദ്രികയുടെ ചായപ്പൊടി ഉണ്ടെന്ന് വെച്ചോ, അവർക്ക് സ്വന്തമായിട്ട് പെയിന്റ് ഉണ്ടോ? ഇല്ല. അവർക്ക് സ്വന്തമായിട്ട് പെയിന്റ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് തുണിത്തരങ്ങളുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ഒരു ഒറ്റ ബ്രാൻഡിൽ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ് 100% RCM-ന്റെയാണ്. മാഡം 100% RCM ആണ്. ഇവിടെ RCM പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ ഡ്രസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 100% RCM ഉൽപ്പന്നങ്ങളാണ്. ഞങ്ങളുടെ RCM എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. ഒരു വേറിട്ട ജീവിത രീതി അല്ലെങ്കിൽ ജീവിത ശൈലി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വേറിട്ട ജീവിത ശൈലി. വെറും വയറ്റിൽ തവിടുന്ന ഒരു സ്പൂൺ കഴിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ജീവിത ശൈലി. എത്ര പേര് അങ്ങനെ കഴിക്കുന്നവരുണ്ട്?
നിങ്ങൾ നോക്കൂ, വെറും വയറ്റിൽ ഒരു സ്പൂൺ തവിടെണ്ണ കഴിക്കുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് 20% ആൾക്കാര് വെറും വയറ്റിൽ തവിടെണ്ണ കഴിക്കുന്നവരാ. അപ്പൊ അതിന്റെ ഗുണം എന്താ? തവിടെണ്ണ കഴിച്ചുകൊണ്ട് എന്താ ഗുണം? എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഇതൊരു വേറിട്ട ജീവിത ശൈലി, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എളുപ്പത്തിൽ പറയാം. അതില് ഉന്നത നിലവാരം, ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന്. നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന്. ഇന്നത്തെ സാഹചര്യത്തില് എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കും.